എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മഞ്ചേഷ് മാത്യു. ഞാനിവിടെ കോതമംഗലത്തു നിന്നാണ്, എറണാകുളം ജില്ലയിൽ. 17 വർഷം ആർമിയിലുണ്ടായിരുന്നു. 2020 റിട്ടയർ ആയത്. ആർമിയിൽ സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ ആകെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് നാട്ടിലൊരു ഗവൺമെൻറ് ജോബ് കിട്ടണം എന്നുള്ളതായിരുന്നു. ഇവിടെ വന്ന് പഠിത്തം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര എളുപ്പമല്ല അത്. എത്ര പഠിച്ചാലും ഞാൻ ബുക്സ് വാങ്ങിച്ചു വെച്ച് പഠിച്ചു. 19 വയസ്സിൽ ഞാൻ ആർമിയിൽ പോയത്. അപ്പോൾ പഠിത്തത്തോടുള്ള എല്ലാ ടച്ചിങ്ങും പോയായിരുന്നു. പഠിത്തം തുടങ്ങി, ബുക്സ് വെച്ച് പഠിച്ചു, ഒരുപാട് എക്സാംസ് എഴുതി, ഒന്നും കിട്ടിയില്ല. അവസാനം ഇപ്പോൾ ഈ ലാസ്റ്റ് 41 വയസ്സായിരുന്നു പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള ഏജിൻ്റെ ലിമിറ്റ്. ആ ലിമിറ്റ് വന്ന് ലാസ്റ്റത്തെ ഒരു ചാൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ യൂട്യൂബിൽ വീഡിയോസ് വന്നായിരുന്നു ഇതിൻ്റെ CCയുടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കോഴ്സ് എടുത്തു. അതായത് ഫെബ്രുവരി, എനിക്ക് മെയിലായിരുന്നു എക്സാം. ഫെബ്രുവരിയിൽ ഞാൻ CCയിൽ ജോയിൻ ചെയ്തു. പക്ഷേ അത് ജോയിൻ ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് PSCക്ക് പഠിക്കേണ്ടത്. ശരിക്കും നല്ല രീതിയിൽ ചെറിയ വീഡിയോസാണ് ഇവരിടുന്നത്, പക്ഷേ വേണ്ട പോയിൻറ്റ്സ്, പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് പഠിച്ചു. 3-4 മാസമാണ് പഠിച്ചത്. എക്സാം എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു. പിന്നെ കടമകളുണ്ടായിരുന്നു. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം പാസ്സായി. ഇപ്പോൾ അഡ്വൈസ് മെമ്മോ കിട്ടി. നവംബർ 3 ട്രെയിനിങ് സ്റ്റാർട്ടാവും തൃശ്ശൂർ. അപ്പോൾ ഇതിന് സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ CC തന്നെയാണ്. കാരണം ഒരു ടൈം ടേബിൾ വെച്ചിട്ട് അത് പഠിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് CCയാണ്. ഇതിനു മുമ്പ് ഞാൻ കുറേ പഠിച്ചതാണ്, പക്ഷെ ഒന്നും ഒരു ഫലം ഉണ്ടായില്ല. പക്ഷേ ആ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ പഠിപ്പിച്ചത് എനിക്ക് ഫലമായിട്ട് കിട്ടി. എക്സാംസ് പാസ്സായത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും CCയോട് ഞാൻ നന്ദി പറയുന്നു. ഫീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, പക്ഷേ പലരും അടുത്തൊരു എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യുന്നില്ല. അതിൽ എനിക്കൊന്ന് പലപ്പോഴും പഠിക്കാനുള്ളൊരു മടി തന്നെയാണ് അല്ലേ? അത് ടച്ച് വിട്ടു പോകാനുള്ള ചെറിയ പ്രായത്തിൽ പോകുന്നത്. പിന്നെ അവിടെ പഠിത്തമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് സാർ എന്തായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? വലിയ ശ്രമിക്കുക. പിന്നെ ഇതുപോലെ ഓൺലൈൻ ഒരു കോഴ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന്. ബുക്ക് മേടിച്ച് പഠിക്കുക ആ രീതിയിലായിരുന്നു. പക്ഷേ ക്ലാസ്സസ് നല്ലതായിരുന്നു. ഓൺലൈൻ ചെന്നപ്പോൾ നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ചെയ്തിരുന്നെങ്കിൽ മുന്നേ കിട്ടിയത്. മേരിലിൻ CC ഫാമിലി തന്നെ ഉണ്ട്, കേറ്ററ്റിലുണ്ട് അല്ലേ? കാറ്റഗറി 2 കാറ്റഗറി 2 നമ്മളോടൊപ്പം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും അടുത്ത LP UPയിലും എക്സാം എഴുതുമ്പോൾ സാർ ടീച്ചർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളിലാണ്. അടുത്ത മീറ്റപ്പ് എത്തുമ്പോഴത്തേക്ക് വീണ്ടും സാറിനും ഇവിടെ ഈ സ്റ്റേജിലേക്ക് എത്തപ്പെടാൻ പറ്റട്ടെ അല്ലേ? LP UPയിലേക്ക് നമുക്ക് എക്സാംസ് PSC ക്രാക്ക് ചെയ്യണം. പുതിയ സ്വപ്നങ്ങളിലേക്ക് നടക്കാം. താങ്ക് യു മിസ്. താങ്ക് യു.